ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പുഴമീൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അവിടെ പുഴമീൻ എനിക്കിഷ്ടമാണ് പറഞ്ഞ് ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഉമ്മയാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത്. ഉമ്മാൻ്റെ കൈ കൊണ്ട് എങ്ങനെയാണ് പുഴമീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയും ഒരു 2 വലിയ തക്കാളി, ഒരു മാങ്ങ മുറിച്ച് വെച്ചത്, 2 പച്ചമുളകും, പിന്നെ ഒരു ഉരുള അതേപോലെ ഒരു പിടിയിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് തേങ്ങയാണ് ആവശ്യം. അപ്പോൾ ഒരു തേങ്ങ, ഒരു വലിയ മുറി തേങ്ങ ചിരകിയത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ചാനൽ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. ഇപ്പം തന്നെ പോയി ലൈക്ക് ബട്ടണും കൂടി അടിച്ചോളൂ. അപ്പോൾ ചട്ടി വെച്ച ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ ഉലുവ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി മുറിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉമ്മ അധികം അടുപ്പിലാണ് ഉണ്ടാക്കുക. പിന്നെ അതേപോലെ മൺചട്ടിയിലാണ് മീൻകറിയൊക്കെ വയ്ക്കൽ. ഉമ്മ 2 രീതിക്ക് മീൻകറി വയ്ക്കാറുണ്ട്. അതിലൊരു രീതിയാണിത്. ഇനിയുള്ള ഒരു രീതിയും കൂടി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ പോയി അമർത്തിക്കോളൂ. പിന്നെ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാല പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ തക്കാളി, മാങ്ങ അതൊക്കെ പുളിക്ക് ആഡ് ചെയ്യണത് കൊണ്ട് പുളി കുറച്ച് അത്യാവശ്യത്തിന് മാത്രം എടുത്താൽ മതി. കാരണം എല്ലാം കൂടി ഒരുപാട് പുളിയായി പോകണ്ട. പിന്നെ മീൻ കറിയിൽ പുളിയൊക്കെ പിടിക്കുമ്പോൾ അത് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ പുളി വേണം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോ കുറച്ച് ഷെയ്ക്കാവുന്നത് ഞാൻ മോനെ എടുത്തിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്കായിട്ടിരിക്കണത്. പിന്നെ ഇപ്പം ഉമ്മ ഉണ്ടാക്കണ മീൻ കറി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു.
ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം നന്നായി തിളച്ചപ്പോൾ നമ്മുടെ മുറിച്ച് വെച്ച മാങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ തേങ്ങ അരച്ച് വെച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻകറിയൊക്കെ ഇങ്ങനെ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുമാത്രമല്ല അടുപ്പിൽ വെക്കുമ്പോൾ അതിനെക്കാട്ടിലും രുചി കൂടും. ഇപ്പോൾ ആർക്കൊക്കെയാണ് പുഴമീനൊക്കെ ഇഷ്ടം എന്നുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ കമൻ്റ് ഇട്ടോളൂ. അപ്പോൾ ഈ കറി കുറച്ച് വെള്ളം കൂടി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങ ഒഴിച്ച ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുഴമീൻ കൂടി ഇട്ട് കൊടുക്കണം. ഈ മീൻകറി ഇപ്പോൾ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മട്ടയരി ചോറിൻ്റെ കൂടെയൊക്കെ പാലക്കാടൻ മട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കും ഞങ്ങൾ. അതേപോലെ നല്ല ദോശയും ഇഡ്ഡലിയും ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വലിയ മീൻ മാത്രമേ മുറിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള മീനൊക്കെ അങ്ങനെ വലുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഴമീൻ പറയുമ്പോൾ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് വരിക. ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുത്താൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താലേ ആ മീനിൽ ഇങ്ങനെ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. പിന്നെ ഇതൊന്ന് ഒരു തിള വന്നാൽ മതി, കാരണം പെട്ടെന്ന് തന്നെ മീൻ വെന്ത് വരും. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ടിട്ടത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഇനി ഒരു രീതിക്കുള്ള കറി ഞാനൊരു ദിവസം വീഡിയോ ആയിട്ടിടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.